തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ BJPയുടെ 1-ാം ഘട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ 2-ാം ഘട്ടമുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും സീറ്റ് ലഭിക്കില്ല എങ്കിൽ കൂടിയും മെച്ചപ്പെട്ട പല സ്ഥാനാർത്ഥികൾക്കും സീറ്റ് ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ചില അസ്വാരസ്യങ്ങളുണ്ട് അല്ലേ BJPക്കകത്തും? അങ്ങനെ BJPക്കകത്ത് ഒരു അസ്വാരസ്യം ഞാൻ കേട്ടില്ല. പക്ഷെ CPMനകത്തും കോൺഗ്രസിനകത്തും പാർട്ടിയായിട്ട് തോന്നാത്ത അല്ലല്ല. നിങ്ങളെല്ലാം റിപ്പോർട്ട് എന്നൊക്കെ പല മാതൃഭൂമി ഉൾപ്പെടെയുള്ള പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. BJPയുടെ ഏതെങ്കിലും BJP പല ഭാഗങ്ങളിലും പലർക്കും സീറ്റ് ലഭിക്കാത്തതിൻ്റെ അല്ല, സീറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് നമുക്ക് മികവേറിയ കഴിവുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കന്മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇതിനകത്തുള്ള കുഴപ്പം വരുന്നില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോഴാണ് ഈ സാധാരണ പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക് ആകെ ലഭിക്കുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ. ഇല്ല, ഈ നിയമസഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ 140 സീറ്റേ ഉള്ളൂ. അത്രയും കിടിലങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ലോക്സഭാ സീറ്റ് വരുമ്പോൾ 20 സീറ്റേ ഉള്ളൂ. ആ 20 സീറ്റ് എന്ന് വെച്ചാൽ അത്രയും പ്രചണ്ഡരായിട്ടുള്ള നേതാക്കളെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണല്ലോ അവസ്ഥ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത്. 941, 947 സീറ്റുകളിലേക്ക് മത്സരിക്കപ്പെടുന്നു. പഞ്ചായത്തുകൾ ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഒക്കെ മത്സരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം. അവിടെ കൂടെ ഇവരെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ സംശയമാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. കഴിവുറ്റ വിജയസാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചോളം BJPക്ക് അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ഒരിടത്ത് പോലും ഒരു അപശബ്ദവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ BJPക്ക് സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചും അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ പ്രവർത്തകന്മാർക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പല സ്ഥലങ്ങളിലും വിന്നബിലിറ്റിയും കഴിവുമുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കാം എന്ന് നമുക്ക് ശ്രമിക്കാം. പക്ഷെ അത് സാധിക്കുക വളരെ കുറവാണ്. അത് കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള വിയോജിപ്പുകളും ഇല്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും. ചില സംസ്ഥാന നേതാക്കന്മാരുടെ ഇടപെടലുകൾ പലപ്പോഴും ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ചെറിയ നേതാക്കന്മാരെ അവഗണിക്കുന്നു എന്നുള്ള തരത്തിലുണ്ടാകുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ഇതൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും. ഇല്ല. അത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ഇത്തവണ ജനാധിപത്യ രീതിയിൽ എല്ലാ പ്രവർത്തകന്മാർക്കും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ആ അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് മുകളിലേക്ക് പോയത്. അതിൽ പല തരത്തിലുള്ള പരിഗണനകളുണ്ട്. അല്ലാതെ ഒരു നേതാവ് പറഞ്ഞാൽ ഒരാളാവും എന്നുള്ള ഒരു സാഹചര്യമൊന്നും കേരളത്തിലെ BJPക്കകത്തില്ല. മറ്റേതെങ്കിലും പാർട്ടിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പഴയ കോൺഗ്രസിന്റെ രൂപത്തിലേക്ക് BJP ആയി വരുന്നത് ഒരിക്കലുമില്ല. BJPയാണ്. BJPക്ക് ഒരിക്കലും കോൺഗ്രസ് ആവാൻ സാധിക്കില്ല, ഒരിക്കലും CPM ആവാൻ. കേഡർ സമീപനമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും. ഇല്ല. അതൊക്കെ നേതാക്കന്മാരുടെയും വിഭാഗീയതയുടെയും ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിസത്തിന്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് മാറുന്ന പോലെ ഒരു ഗ്രൂപ്പിസത്തിന്റെയും ഭാഗമായിട്ട് BJPയുടെ ഒരു പ്രവർത്തകന് നിൽക്കില്ല. BJPയുടെ ഒരു പ്രവർത്തകൻ ഇത്തവണ അവൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്രാവശ്യം അവൻ പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ അവൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമാണ്: ഞങ്ങൾ ഈ ഇലക്ഷനിൽ പരമാവധി വോട്ട് നേടി മുന്നോട്ടേക്ക് വരിക, പരമാവധി സീറ്റുകൾ വിജയിച്ച് പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ BJP ഭരിക്കുന്ന നിലയിലേക്ക് മാറ്റി BJP ഒരു മുന്നോട്ടേക്ക് വന്ന് ഒരു 25% മുകളിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുക എന്നുള്ള നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓരോ BJPയുടെ സാധാരണ പ്രവർത്തകന്റെയും താല്പര്യം, അവന്റെ ആഗ്രഹം. BJPയുടെ സംസ്ഥാന നേതൃത്വം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന പ്രസിഡന്റ്, മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഗ്രൗണ്ടിലിറങ്ങി വാർഡ് അടിസ്ഥാനത്തിൽ യാത്ര ചെയ്തിട്ടാണ് പ്രവർത്തകന്മാരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുന്നത്. അത്ര ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു സംഘടന സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനത്തെയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ചാനലുകളും പല മാധ്യമങ്ങളും ഉന്നയിക്കും. അതൊക്കെ അവർ ഉന്നയിക്കും, അത് അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ ജോലി. ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ, പക്ഷേ അന്ന് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു, K. സുരേന്ദ്രൻ. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും അദ്ദേഹം തെളിഞ്ഞു വരുന്നത്. ഇങ്ങനെ മറഞ്ഞിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. അദ്ദേഹം അങ്ങനെ മറഞ്ഞിരിക്കുന്ന ആളുമല്ല. അതോ ഈ പാർട്ടിയോട് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിലെ എന്തെങ്കിലും പരിഭവമാണ്? അദ്ദേഹം പരിഭവിക്കുന്ന ആളുമല്ല, അദ്ദേഹം പരിഭവിച്ച് ഒതുങ്ങിയിരിക്കുന്ന ആളുമല്ല, അദ്ദേഹം അങ്ങനെ മറഞ്ഞിരിക്കുന്ന ആളുമല്ല. K. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന ഓരോ പൊതുപ്രവർത്തകന്മാർക്കും അറിയാം, K. സുരേന്ദ്രൻ കൃത്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളയാളാണ്. ഇപ്പോൾ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വളരെ സജീവമായിട്ടാണ് വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് പല പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ പല പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് തിരുവനന്തപുരത്തെ പല പരിപാടികളിൽ അദ്ദേഹം പാൻ കേരള യാത്ര ചെയ്യുന്ന കാണാനില്ലായിരുന്നു സത്യമാണ്. അല്ലല്ല, അത് താങ്കളുടെ വെർഷനാണ്. അല്ല, താങ്കളുടെ വെർഷനാണ്. ആയിക്കോട്ടെ, താങ്കളുടെ വെർഷനാണ്.
കെ സുരേന്ദ്രൻ കൃത്യമായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ദൈനംദിനം ഇടപെടുന്നയാളായിരുന്നു. ദൈനംദിനം ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി കേരളത്തിലെ 14 ജില്ലകളിൽ, റവന്യൂ ജില്ലകളിലും 30 സംഘടനാ ജില്ലകളിലും സംഘടനാ നിർദ്ദേശം അനുസരിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നയാളാണ്. ആ പ്രവർത്തനം അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, അത് ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ സംഘടനാ നേതൃത്വം അതെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ്? ഈ ജയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് പറയുന്നു. ഭരിക്കാനും ജയിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ? ഞങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കാനല്ല, ഞങ്ങളൊരു കൺസെപ്റ്റാണ് ജനങ്ങളുടെ മുൻപാകെ വെച്ചത്. ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ജയിച്ച് 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾ 5 വർഷം കൊണ്ട് എങ്ങനെയാണോ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ മാറ്റിയെടുക്കാനുള്ള രൂപരേഖ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപാകെ അവതരിപ്പിക്കും. അത്ര കറക്റ്റായി, അല്ലെങ്കിൽ അത്ര തൻ്റെ ഇടത്തോടു കൂടി, അത്ര നിശ്ചയദാർഢ്യത്തോടു കൂടി അങ്ങനെ ഒരു തീരുമാനം പറയാൻ BJPക്ക് അല്ലാതെ മറ്റൊരു കക്ഷിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിന്നബിലിറ്റി. അതെ, ആ രൂപരേഖയുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ രൂപരേഖ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഈ രൂപരേഖ 45 ദിവസം കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതിനേക്കാളേറെ നിങ്ങൾക്ക് അത് മുമ്പോട്ട് വയ്ക്കാമല്ലോ. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ. ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ന്യായ കടിക്കാത്ത നല്ല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യമുള്ള ഒരു തലസ്ഥാനമായി തിരുവനന്തപുരം മാറണം. കുടിവെള്ളം എല്ലാവർക്കും എത്തുന്ന, നായകടി പേടിക്കാതെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രെയിനേജ് സംവിധാനം എല്ലായിടത്തും എത്തുന്ന, വെള്ളക്കെട്ട് കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത, വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കാത്ത ഈ സാഹചര്യമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനെ പൂർണ്ണമായും മാറ്റി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുത്തുകൊണ്ട് ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം തിരുവനന്തപുരത്തെ ജനങ്ങളെ മോചിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ തിരുവനന്തപുരം എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വികസനമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ പിന്നെ അതിൽ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അതിനകത്ത് പോയിന്റ് ചെയ്യണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച 45 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ശരി, എന്തുകൊണ്ട് BJPയെ തിരഞ്ഞെടുക്കും? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന വികസനം നിങ്ങൾക്ക് കഴിഞ്ഞ 70 വർഷക്കാലത്തെ വളരെ സ്ട്രോങ് ആയി, അല്ലെങ്കിൽ അങ്ങനെ സീരിയസ്ലി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനമെടുക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഇന്നും വെള്ളം കയറി കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്ന വീടുകളിൽ ഇന്നും താമസിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഡ്രെയിനേജ് സംവിധാനം നിങ്ങൾക്ക് പുറത്തേക്ക് കളയാൻ മറ്റൊരു വഴികളും ഇല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ വീടുകൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് പട്ടികടി ഏൽക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ, അടിസ്ഥാന യാത്രാ ആവശ്യങ്ങൾക്കായിട്ടുള്ള റോഡുകളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നഗരത്തിൻ്റെതായിട്ടുള്ള എല്ലാ ടാക്സ് അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണനയും അതിൻ്റെതായിട്ടുള്ള ഒരു മേന്മയും നമുക്ക് തിരുവനന്തപുരത്ത് ലഭിക്കുന്നില്ല എങ്കിൽ, ഇത് തന്നെയാണ് BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതിന്റെ കാരണം. ഞങ്ങൾ പറയുന്നത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ മുൻപാകെ ഉണ്ടാകില്ല. ഞങ്ങൾ 5 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് വയ്ക്കുമ്പോൾ ആ പ്രോഗ്രസ് കാർഡിനകത്ത് ഒരു തരത്തിൽ പോലും, ഒരു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് വിയോജിക്കാനായി ഒരു കാര്യവും ഉണ്ടാകില്ല. ഞങ്ങൾ കൃത്യമായി ഈ പറഞ്ഞ വിഷയങ്ങളെയൊക്കെ സമയബന്ധിതമായി കൃത്യമായി നടപ്പിലാക്കാൻ കപ്പാസിറ്റിയുള്ള, അത് ചെയ്തു കാണിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പിന്മുറക്കാരാണ്. അപ്പൊ ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി ഈ തിരുവനന്തപുരത്തെ ഡിസൈൻ ചെയ്ത് തിരുവനന്തപുരത്തിന്റെ പൈതൃകത്തെയും തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തനിമയും തിരുവനന്തപുരത്തിന്റെ പഴമയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ തിരുവനന്തപുരം അടുത്ത തലമുറയിലെ ആളുകൾക്ക്, അടുത്ത ജനറേഷന്, ഞാൻ പറഞ്ഞല്ലോ പുത്രന്മാർക്കും പൗത്രന്മാർക്കും അവർക്ക് ആ ജനറേഷന് നന്നായി താമസിക്കാൻ സാധിക്കുന്ന, നന്നായി ഫെസിലിറ്റീസ് ഉള്ള, അവരുടെ ഏറ്റവും അഭിമാനദായകമായിട്ടുള്ള ഹോം ടൗൺ ആയി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ 70 വർഷക്കാലം ഭരിച്ചിട്ടും അവർക്കൊന്നും ഇവിടെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ എങ്ങനെ ആയിരുന്നുവെന്നും ഇന്ത്യ ഏതൊക്കെ തരത്തിലാണ് ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുവന്നെന്നുള്ളതും ഒരു ചരിത്രമാണ്. ആ ചരിത്രമൊക്കെ ഏത് BJPക്കാരനും അറിയാം, ഏത് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അറിയാം. പക്ഷേ 2014 ശേഷമല്ല ഇന്ത്യ ഉണ്ടായത് എന്നുള്ളതല്ലേ സത്യം. അപ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും നടന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയല്ല. 70 വർഷം ഒരു കണ്ടിന്യൂവേഷൻ പീരീഡാണ്.
ഒരു സർക്കാർ ഒരു സംവിധാനം 70 വർഷം ഭരിച്ചിട്ടും അവരുടെ കീഴിലുള്ള ജനങ്ങൾ ഇന്നും ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഈ 35 വാർഡുകളെ മാത്രം ബന്ധിപ്പിക്കുന്ന ഒരു ഡ്രെയിനേജ് സിസ്റ്റമായി എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ചുരുങ്ങി? കഴിഞ്ഞ 10 വർഷം, ഞാൻ ഏറ്റവും ചുരുങ്ങിയ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞ 10 വർഷം സ്മാർട്ട് സിറ്റി ഫണ്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷം അർബൻ ഡെവലപ്മെന്റ് ഫണ്ടുകൾ ഉണ്ടായിരുന്നു, LSGD ഫണ്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ഒരു 50 വാർഡുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? എൻ്റെ വളരെ മിനിമൽ ചോദ്യമാണ്. അതെ, നമ്മൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് കിട്ടുന്ന സംസ്ഥാനമാണ്. അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ ഇലക്ഷൻ 2024 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 100 കോടി രൂപയാണ് അർബൻ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഈ പറയുന്ന വെള്ളക്കെട്ടുകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന് രാജീവ് ചന്ദ്രശേഖർജി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തത്. ആ ഫണ്ട് ഉപയോഗിച്ച് വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് 1 വർഷം ആവാറായി. എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തും തുടങ്ങി വെക്കാൻ തിരുവനന്തപുരത്തിന്റെ ശാപമേ വെള്ളക്കെട്ടാണ്. ഞാൻ തുടങ്ങി വെക്കാൻ സാധിച്ചു. ഇനി അവർ പറയുന്നത് നായ പ്രശ്നമാണ്. ഈ നായ പ്രശ്നം അല്ലെങ്കിൽ തെരുവ് നായ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ നിങ്ങൾക്ക് അവരെ കൊല്ലാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് തിരിച്ചു പറയുന്നത്. ശരി, കൊല്ലുന്നില്ല, നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? വന്ധീകരണ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഏത് കൗൺസിലർമാരെ വേണോ നേരിട്ട് കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കാണണം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കാണുക. എന്നിട്ട് അവരോട് സ്വകാര്യമായി ചോദിക്കുക, ഈ വന്ധീകരിക്കുന്ന പട്ടികളൊക്കെ 8ഉം 10ഉം പ്രസവിക്കുന്ന സാഹചര്യം ഇല്ലേ എന്ന് സ്വകാര്യമായി ചോദിക്കുക. നിങ്ങളൊരു ഓപ്പൺ ഡിസ്കഷനിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയാൻ സാധ്യതയില്ല. സ്വകാര്യമായി ചോദിച്ചാൽ അവർ കൃത്യമായി സത്യം പറയും. അപ്പൊ അതിനോടൊപ്പം 5000 രൂപ കോർപ്പറേഷൻ ടെൻഡർ ചെയ്തിരിക്കുന്ന റോഡ് പണിയാൻ മണ്ണിറക്കാൻ വേണ്ടിയിട്ട് 5000 രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന നാണം കെട്ട കൗൺസിലർമാരുള്ള LDFന്റെ സംവിധാനം, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതുകയാണ്. എൻ്റെ കീഴിലുള്ള കോർപ്പറേഷനിൽ ഇത്ര നിയമനങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ മുൻഗണനാ പട്ടിക ആ പാർട്ടി തന്നാൽ അതനുസരിച്ച് ഞാൻ നിയമിക്കാം എന്ന് പറയുന്ന ഒരു മേയർ. ഈ സാഹചര്യങ്ങൾ ഞങ്ങൾ പാവപ്പെട്ടവന്റെ, പട്ടിണിക്കാരന്റെ, ഭാരം ചുമക്കുന്നവന്റെ, ദളിതന്റെ, പിന്നോക്കക്കാരന്റെ ഒക്കെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവന്റെ മക്കളുടെ കല്യാണം നടത്താൻ, പട്ടികജാതിക്കാരന്റെ മക്കളുടെ കല്യാണം നടത്താനും അവരുടെ വീട് മെയിൻ്റനൻസ് നടത്താനും അവരുടെ വീട്ടിൽ ലാപ്ടോപ്പ് വാങ്ങി കൊടുക്കാനും അവരുടെ വീട്ടിൽ പഠനമുറി നിർമ്മിക്കാനും ഒക്കെ കൊടുത്ത ഫണ്ട് കോടിക്കണക്കിന് രൂപ ഡിവൈഎഫ്ഐ നേതാവ് കള്ളക്കണക്കുണ്ടാക്കി കള്ള ഒപ്പിട്ട് കള്ള അക്കൗണ്ടിലേക്ക് ഒരു SC പ്രൊമോട്ടർ വഴി തട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് നടപടി ഈ സർക്കാർ എടുത്തു, ഈ സംവിധാനം എടുത്തു? അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ താങ്കൾ പറഞ്ഞ 70 വർഷമായിട്ട് ആരും ഒന്നും ചെയ്തില്ലെന്നുള്ളതല്ല. അതെല്ലാം ചെയ്യേണ്ട പണം എങ്ങനെ ലാപ്സായി, എങ്ങനെ പോയി? ഒന്ന് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടുപോയി, മറ്റൊന്ന് അഴിമതി കൊണ്ടുപോയി. അപ്പൊ കെടുകാര്യസ്ഥതയും അഴിമതിയും തിരുവനന്തപുരം കോർപ്പറേഷനെ കാർന്നു തിന്നുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? ആ മോചനം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ആ മോചനം നമുക്ക് വേണ്ടിയുള്ള മോചനമല്ല. അല്ലെങ്കിൽ 50 വയസ്സായ ഒരു അമ്മാവൻ ചിന്തിക്കേണ്ടത് അത് എനിക്ക് വേണ്ടിയിട്ടുള്ള മോചനമല്ല. എൻ്റെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി നാളുകളിൽ അവരുടെ വീടുകളിൽ വെള്ളം കയറി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറാൻ പാടില്ല. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അവർ പോകാൻ പാടില്ല. അതിന് ഒരു പുതിയ ഡെവലപ്മെന്റ് വിഷനുള്ള ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരണം. ഇന്ത്യയിൽ അങ്ങനെ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് തെളിയിച്ചു കൊടുത്ത പാർട്ടി, പ്രൂവ് ചെയ്ത പാർട്ടി, ജനങ്ങളുടെ ഇടയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി കൃത്യമായി തെളിയിച്ച ട്രാക്ക് റെക്കോർഡുള്ള പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങൾ ഭരിക്കുന്ന ഇതുപോലുള്ള പല സ്ഥലങ്ങളുണ്ടല്ലോ, കേരളത്തിൽ തന്നെ പല സ്ഥലം, പാലക്കാട് അടക്കം നിങ്ങൾ ഭരിക്കുന്ന ഇടങ്ങളാണ്. അവിടെയൊക്കെ ഇത് തന്നെ ഇത്രയും പുരോഗതി ഉണ്ട് എന്ന് നിങ്ങൾക്ക് കേരളത്തിൽ പാലക്കാടിനെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ പാലക്കാട് ഒരു നഗരസഭയാണ്, ചെറിയൊരു നഗരസഭയാണ്. അവരുടെ ബഡ്ജറ്റ് വിഹിതത്തിലാണ്. പക്ഷെ കിട്ടിയിട്ടുള്ള തുക മുഴുവൻ നിങ്ങൾ അങ്ങനെയാണ് അതിനെ ട്രാക്ക് ചെയ്യേണ്ടത്. കേരള സർക്കാർ തന്നെ അത് അല്ല, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നന്ദു ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ ഈ നഗരത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഹരിതസുന്ദര വിപ്ലവം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ നിങ്ങൾ ഉണ്ടാക്കാത്ത പാലക്കാട് നഗരസഭയിൽ ചേട്ടൻ ഇത് ഹൈപ്പോത്തിക്കൽ ചോദ്യമാണ്. കാരണം ചേട്ടൻ പാലക്കാട് നഗരസഭയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ സാധിക്കാത്ത ആളാണ്. കാരണം തെറ്റൊന്നുമല്ല, താങ്കൾ ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളോട് ചോദിക്കണം, 5-10 വർഷം മുന്നേ നമുക്ക് അല്ല, ഞാൻ അതാ പറഞ്ഞത്, 10 വർഷം മുന്നേ എങ്ങനെയായിരുന്നു പാലക്കാട് നഗരസഭ, ഇന്ന് പാലക്കാട് നഗരസഭ എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം തീർത്തും പറയാം. പാലക്കാട് നഗരസഭയ്ക്ക് കിട്ടുന്ന ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും പാലക്കാട് നഗരസഭയിൽ ലഭിക്കുന്ന ഫണ്ടുകൾ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി അമൃത് പദ്ധതിയിൽ ഏറ്റവും അധികം ഫണ്ട് ചെലവഴിച്ച നഗരസഭ പോലും പാലക്കാട് നഗരസഭയാണ്. ലഭിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്ന് തന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് പാലക്കാട് നഗരസഭയ്ക്ക് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ഒരു പരിമിതിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഗുണം എന്ന് ഞാൻ പറയുന്നത്, ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ റവന്യൂ വലുതാണ്.
പാലക്കാട് കോർപ്പറേഷന്റെ റവന്യൂ അല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ റവന്യൂ വലുതാണ്. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി അടക്കമുള്ള വലിയ വലിയ പദ്ധതികൾ വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവർക്ക് അങ്ങനെ ഒരു പദ്ധതി വരാറില്ല. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 1000 കോടിയും 5000 കോടിയും വന്നാലും അത് ചെലവാക്കാതെ ലാപ്സാക്കി വിടുന്ന ഒരു ഭരണക്രമമാണുള്ളത്, അല്ലെങ്കിൽ ഭരണ സംവിധാനമാണുള്ളത്. അവർ അങ്ങനെയല്ല. അവർക്ക് കിട്ടിയ ഫണ്ട് എത്രയാണോ ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ച് 100% വിനിയോഗിച്ച് ആ പ്രവർത്തനം പൂർത്തിയാക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ കിട്ടുന്ന ഫണ്ട് പോലും, ഞാൻ അതാണ് പറഞ്ഞത്, കിട്ടുന്ന ഫണ്ട് പോലും ചെലവഴിക്കുന്നില്ല. 100 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ആ പൈസയിൽ നിന്ന് നയാ പൈസ എടുത്ത് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ആ ഓവ് ചാലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഒരു ആളെ കൊണ്ടൊന്ന് ഉന്തിച്ചു വിടാനെങ്കിലും ഈ പറയുന്ന സംവിധാനം തയ്യാറായോ? അപ്പൊ അതാണ് എന്റെ ചോദ്യം. നമ്മളതിനെ ഡിബേറ്റ് ചെയ്യുന്നത് ഒരാളുടെ കുറ്റം എന്നുള്ള നിലയിൽ. മഴ വരുമ്പോൾ മാത്രം നമ്മൾ ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് അല്ലല്ലോ. മഴ വരുമ്പോൾ മാത്രമല്ല വെള്ളക്കെട്ടിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ഈ CPM എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയത്, ഇടയ്ക്കിടയ്ക്കൊക്കെ CPM ഈ പണിയെടുക്കും, ഈ ചാലൊക്കെ നിർത്തി. ഇപ്പൊ ജോയി മരണപ്പെട്ട സമയത്തൊക്കെ എന്തിനാ അത് ചെയ്തത്? നമ്മളെ ഈ ആമയഞ്ചാൻ തോടിനകത്ത് ഇത്രയും ഗതികെട്ട സംഭവം കിടക്കുമ്പോഴും അത് ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന ഒരു സംവിധാനം ആയി മാറുന്നുള്ളൂ നമ്മുടെ ജില്ല അല്ലെങ്കിൽ ഈ നഗരസഭകൾ. തീർച്ചയായിട്ടുമാണ്. കാരണം ഒരു നാടിന്റെ ഭരണകർത്താവ്, ഒരു മേയർ, നാടിന്റെ നഗരമാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ആലങ്കാരികമായി. ആ നഗരമാതാവ് പറയാണ് നാട്ടിൽ പെരുകുന്ന മാലിന്യമൊക്കെ പന്നിക്ക് തിന്നാനുള്ളതാണ് എന്ന് പറയുന്ന ഒരു നഗരമാതാവ്. നാട്ടിൽ അഴിമതി നടന്നാൽ, ഏത് അഴിമതി നടന്നാലും അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്ന പാർട്ടി. ഇനി നാട്ടിനകത്ത് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള യുവജനങ്ങൾക്ക് പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അത് പാർട്ടി പരിശോധിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇതിനെ ഒന്നും പരിഗണിക്കാതെയും പരിശോധിക്കാതെയും മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ഈ സംവിധാനത്തിനെ എല്ലാം ഇങ്ങനെ കയറഴിച്ചു വിടുന്ന ഒരു പാർട്ടി നേതൃത്വം, ഇതെല്ലാം കൂടി ചേർന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ ദുരന്തം. തിരുവനന്തപുരം നഗരസഭ ഒറ്റപ്പെട്ട ദുരന്തമല്ല. തിരുവനന്തപുരം നഗരസഭ കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ്. കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടി സംവിധാനത്തിന്റെ പരാജയവും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ അടക്കമുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള, അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഭരണ പരാജയം എന്നുള്ളതും ഒന്ന് കെടുകാര്യസ്ഥത എന്നുള്ളതും ഒന്ന് അഴിമതി എന്നുള്ളതാണ്. ഭരണം എങ്ങനെ നടത്തണമെന്ന് അവർക്കറിയില്ല. അത് അറിയാത്തത് കൊണ്ട് തന്നെ കെടുകാര്യസ്ഥതകൾ ഉണ്ടാവുന്നു. കെടുകാര്യസ്ഥതയിലൂടെ കൈയിട്ട് വാരാനുള്ള ഒരു പദ്ധതി അവർ ആസൂത്രണം ചെയ്യുന്നു. കൃത്യമായി പദ്ധതിയിൽ അവർ കൈയിട്ട് വരുന്നു, അവരുടെ കാര്യങ്ങൾ നടക്കുന്നു, അവർ അത് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് ഇതിനിടയിൽ പെട്ടു പോകുന്നത് ജനങ്ങളാണ്. ഇപ്പോൾ അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള പല സേവനങ്ങളുടെ നികുതി ഉയർത്തി. എന്തിനാ ഉയർത്തിയത്? ഉത്തരവുണ്ടോ ആർക്കെങ്കിലും? ഉയർത്തി അല്ല. അതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വരുമാനം ഉണ്ടാകണ്ടേ ഒരു സംവിധാനത്തിനുള്ളിൽ. ഈ വരുമാനം എടുത്ത് എന്താ ഞാൻ ചോദിക്കട്ടെ, ഇല്ലാത്ത, അതായത് റോഡിലില്ലാത്ത ടിപ്പറുകൾക്ക് ടാക്സ് അടച്ച് ഇൻഷുറൻസ് എടുത്ത് പൈസ വെട്ടിച്ച ഒരു സംവിധാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ. ഇല്ലാത്ത വണ്ടിക്ക്. അതെ. അപ്പോ എവിടെ കേട്ടതല്ലേ, പൊങ്കാല മുതൽ പൊറോട്ട വരെ പ്രശ്നം. പൊങ്കാല മുതൽ പൊറോട്ട വരെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞ. ഇല്ലാത്ത വണ്ടിക്കൊക്കെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്ര കാലമായി ചെയ്യുന്നുണ്ടാവും? ഇപ്പൊ തിരിച്ചറിയാൻ അവിടെ പ്രതിപക്ഷത്ത് BJP ഉണ്ടായിരുന്നുണ്ടോ ഇത് തിരിച്ചു വന്നത്, ഇത് അറിയാൻ പറ്റിയത്? അപ്പം പ്രതിപക്ഷത്ത് BJP ഇല്ലായിരുന്ന കാലത്ത് എന്തായിരുന്നിരിക്കും? അപ്പൊ ഇതിനെക്കാട്ടിലൊക്കെ വലിയ മാറ്റമാണ് നിങ്ങൾ ഈ. തീർച്ചയായിട്ടും ഞങ്ങൾ തിരുവനന്തപുരത്തിനെ ഒരു നഗരം എന്നുള്ള നിലയിൽ ഒന്ന് പരിവർത്തനപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ പഴമയും തനിമയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, ഇതിന്റെ ഹെറിറ്റബിൾ ആയിട്ടുള്ള അതിന്റെ എല്ലാ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മാറ്റുന്നതിനോടൊപ്പം അടുത്ത തലമുറയ്ക്ക് അവരുടെ ഹോം ടൗൺ എന്നുള്ള നിലയിൽ അവർക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന, അടുത്ത ജനറേഷന് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു വികസനം കാഴ്ചപ്പാടാണ് BJPയെ സംബന്ധിച്ചിടത്തുള്ളത്. അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. അവർ ഞങ്ങൾ അനുഗ്രഹിക്കും, ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ തന്നെയായിരിക്കും ഈ നഗരസഭ ഭരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.